തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദിമുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിലെ 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്ന് ആമുഖം. സാമുവേലിൻ്റെ ജനനം മുതൽ ദാവീദ് രാജാവിൻ്റെ ഭരണകാലം ഉൾപ്പെടെയുള്ള കാലത്തെ ഇസ്രായേൽ ചരിത്രമാണ് 1-ഉം 2-ഉം സാമുവേലിൻ്റെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഭരണമേൽക്കുന്നത് മുതൽ BC 587 ജെറുസലേം നശിക്കുന്നത് വരെയുള്ള ചരിത്രമാണ് 1-ഉം 2-ഉം രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. സോളമൻ്റെ ഭരണകാലത്ത് ഇസ്രായേൽ ജനം ഐശ്വര്യത്തിലും സമാധാനത്തിലും കഴിഞ്ഞു. സോളമൻ്റെ ജ്ഞാനം എക്കാലത്തും പ്രകീർത്തിക്കപ്പെടുന്നു. രക്ഷകനെക്കുറിച്ചു ദാവീദിനോട് ചെയ്ത വാഗ്ദാനം, നിന്റെ സന്തതിയെ ഞാൻ ഉയർത്തും. 2 സാമുവേൽ 7:12 ആദ്യമായി സോളമനിൽ നിറവേറി. ദാവീദ് പണിയാൻ ആഗ്രഹിച്ച ദേവാലയം സോളമൻ നിർമ്മിച്ചു. എന്നാൽ വിജാതീയ ഭാര്യമാർ അവസാന നാളുകളിൽ സോളമനെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു. അദ്ദേഹത്തിന് ധാരാളം എതിരാളികളുമുണ്ടായി. ഇസ്രായേൽ വിഭജനം. സോളമൻ്റെ മരണത്തിനു ശേഷം മകൻ റഹോബോവിന് എല്ലാ ഗോത്രങ്ങളെയും ഇണക്കിക്കൊണ്ടുപോകാൻ സാധിച്ചില്ല. 931 യൂദ, ഇസ്രായേൽ എന്നിങ്ങനെ 2 രാജ്യങ്ങളായി ദേശം വിഭജിക്കപ്പെട്ടു. യൂദ, ബെഞ്ചമിൻ ഗോത്രങ്ങൾ ഒരു വശത്ത്, മറ്റു 10 ഗോത്രങ്ങൾ മറുവശത്ത്. യൂദയുടെ തലസ്ഥാനം ജെറുസലേമും ഇസ്രായേലിൻ്റെ തലസ്ഥാനം സമരിയയുമായിരുന്നു. പരസ്പര വിദ്വേഷം അവരെ ദുർബലരാക്കി. ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച അവരെ ദൈവം പലപ്പോഴും ശിക്ഷിച്ചു. പക്ഷേ ഇരു ദേശങ്ങളുടെയും സ്വതന്ത്രമായ രാഷ്ട്രീയ നിലനിൽപ്പ് അവസാനിക്കുന്നതുവരെ അവർ ദൈവത്തിങ്കിലേക്ക് പിന്തിരിഞ്ഞില്ല. BC 931 മുതൽ 721 വരെ 18 രാജാക്കന്മാർ ഇസ്രായേലിൽ ഭരണം നടത്തി. ഇസ്രായേലിലെ എല്ലാ രാജാക്കന്മാരും ദൈവഹിതത്തിനെതിരായി പ്രവർത്തിച്ചവരാണ്. ആഹാബ് രാജാവിൻ്റെ കാലത്താണ് ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് ഏറ്റവും അകന്നു പോയത്. BC 721 ഇസ്രായേൽ നശിപ്പിക്കപ്പെട്ടു. യൂദയുടെ സ്ഥിതിയും വളരെ വ്യത്യസ്തമായിരുന്നില്ല. വിഗ്രഹാരാധന നിർത്തലാക്കാൻ ഏതാനും രാജാക്കന്മാർ പരിശ്രമിച്ചു. അവരിൽ ജോസിയ രാജാവിൻ്റെ പരിഷ്കാരങ്ങൾ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്നു. എന്നാൽ ഭൂരിപക്ഷം രാജാക്കന്മാരും ഇസ്രായേൽ രാജാക്കന്മാരെ പോലെ ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചവരാണ്. യൂദയായിലും ഇസ്രായേലിലും ഈ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ ശക്തമായി പ്രവർത്തിച്ചിരുന്നു. വിഗ്രഹ ആരാധനയിൽ നിന്നും വിജാതീയ രാജാക്കന്മാരുമായുള്ള കൂട്ടുകെട്ടിൽ നിന്നും രാജാവിനെയും ജനത്തെയും പിന്തിരിപ്പിക്കുന്നതിന് അവർ ശ്രമിച്ചു. ദൈവത്തിൻ്റെ ശിക്ഷാവിധിയെക്കുറിച്ച് അവർ മുന്നറിയിപ്പ് നൽകി. ഏലിയ, ഏലീശ, ആമോസ്, ഹോസിയ
എന്നിവർ ഇസ്രായേലിലും യേശയ്യ, ജെറമിയ എന്നിവർ യൂദയായിലും ചെയ്ത കഠിന പ്രയത്നങ്ങൾക്ക് ഫലമുണ്ടായില്ല. 587 ജെറുസലേം നഗരവും ദേവാലയവും നശിപ്പിക്കപ്പെട്ടു. യഹൂദർ ബാബിലോണിൻ്റെ അടിമകളും പ്രവാസികളുമായി. യൂദ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സ്വസ്തിത്വം അവസാനിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്ന് 1-ാം അധ്യായം. സോളമൻ കിരീടാവകാശി. ദാവീദ് രാജാവ് വൃദ്ധനായി. പരിചാരകർ അവനെ പുതപ്പിച്ചിട്ടും കുളിർ മാറിയില്ല. അവർ അവനോട് പറഞ്ഞു, യജമാനനായ രാജാവിന് വേണ്ടി ഒരു യുവതിയെ ഞങ്ങൾ അന്വേഷിക്കട്ടെ. അവൾ അങ്ങയെ പരിചരിക്കുകയും അങ്ങയോട് ചേർന്ന് കിടന്ന് ചൂട് പകരുകയും ചെയ്യട്ടെ. അവർ സുന്ദരിയായ ഒരു യുവതിയെ ഇസ്രായേലിലെങ്ങും അന്വേഷിച്ചു. ശൂനാംകാരി അബീഷാഗിനെ കണ്ടെത്തി. അവളെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അതീവ സുന്ദരിയായിരുന്ന അവൾ രാജാവിനെ ശുശ്രൂഷിച്ചു. എന്നാൽ രാജാവ് അവളെ അറിഞ്ഞില്ല. അക്കാലത്ത് ഹഗീത്തിൻ്റെ മകൻ അദോനിയ താൻ രാജാവാകുമെന്ന് വൻപ് പറഞ്ഞു. അവൻ രഥങ്ങളെയും കുതിരക്കാരെയും 50 അകമ്പടിക്കാരെയും ഒരുക്കി. നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഒരിക്കലും പിതാവായ ദാവീദ് അവനെ ശാസിച്ചിരുന്നില്ല. അബ്സലോമിന് ശേഷം ജനിച്ച അവനും അതികോമളനായിരുന്നു. അവൻ സെരൂയയുടെ മകൻ യോബാബിനോടും പുരോഹിതൻ അബിയാഥറിനോടും ആലോചിച്ചു. അവർ അവന് പിന്തുണ നൽകി. എന്നാൽ പുരോഹിതൻ സദോക്ക്, യഹോയാദയുടെ മകൻ ബനായ, പ്രവാചകൻ നാഥാൻ, ശിമെയി, റേയി എന്നിവരും ദാവീദിൻ്റെ അംഗരക്ഷകരായ ധീരയോദ്ധാക്കളും അവൻ്റെ പക്ഷത്തു ചേർന്നില്ല. ഒരു ദിവസം അദോനിയ എൻറോഗൽ അരുവിയുടെ സമീപത്തുള്ള സൊഹേലെത്ത് കല്ലിനരികെ ആടുകളെയും കാളക്കുട്ടികളെയും മെഴുത്ത കാലികളെയും ബലിയർപ്പിച്ചു. ബലിയോടനുബന്ധിച്ച വിരുന്നിന് ദാവീദ് രാജാവിൻ്റെ പുത്രന്മാരായ തൻ്റെ എല്ലാ സഹോദരന്മാരെയും യൂദയായിലെ എല്ലാ രാജസേവകരെയും അവൻ ക്ഷണിച്ചിരുന്നു. എന്നാൽ പ്രവാചകൻ നാഥാൻ, ബനയ, രാജാവിൻ്റെ അംഗരക്ഷകരായ യോദ്ധാക്കൾ, തൻ്റെ സഹോദരൻ സോളമൻ എന്നിവരെ അവൻ ക്ഷണിച്ചില്ല. സോളമൻ്റെ അമ്മ ബത്ശേബയോട് നാഥാൻ പറഞ്ഞു, നമ്മുടെ യജമാനനായ ദാവീദ് അറിയാതെ ഹഗീത്തിൻ്റെ മകൻ അദോനിയ രാജാവായിരിക്കുന്നുവെന്ന് നീ കേട്ടില്ലേ? നിൻ്റെയും നിൻ്റെ പുത്രൻ സോളമൻ്റെയും ജീവൻ രക്ഷിക്കാൻ എൻ്റെ ഉപദേശം സ്വീകരിക്കുക. ഉടൻ ചെന്ന് ദാവീദ് രാജാവിനോട് പറയുക, എൻ്റെ ജനമായ രാജാവേ, എൻ്റെ മകൻ സോളമൻ അങ്ങയുടെ പിൻഗാമിയായി സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമെന്ന് ഈ ദാസിയോട് അങ്ങ് ശപഥം ചെയ്തിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അദോനിയ രാജാവായിരിക്കുന്നത്? നീ രാജാവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വന്ന് നിന്നെ പിന്താങ്ങിക്കൊള്ളാം. ബത്ശേബ ശയനമുറിയിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്നു. ശൂനാംകാരി അബീഷാഗ് വൃദ്ധനായ അവനെ പരിചരിക്കുകയായിരുന്നു. ബത്ശേബ രാജാവിനെ താണു വണങ്ങി. എന്താണ് നിന്റെ ആഗ്രഹം? രാജാവ് അവളോട് ചോദിച്ചു. അവൾ പറഞ്ഞു, യജമാനനെ, എൻ്റെ മകൻ സോളമൻ അങ്ങയ്ക്ക് ശേഷം സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമെന്ന് ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ
അങ്ങ് എന്നോട് സത്യം ചെയ്തിരുന്നല്ലോ. ഇപ്പോഴിതാ അദോനിയ രാജാവായിരിക്കുന്നു. യജമാനനായ രാജാവ് ഇതറിയുന്നുമില്ല. അവൻ കാളകളെയും കൊഴുത്ത അനേകം ആടുമാടുകളെയും ബലിയർപ്പിക്കുകയും അങ്ങേ എല്ലാ പുത്രന്മാരെയും പുരോഹിതൻ അബിയാഥാറിനെയും സേനാനായകൻ യോവാബിനെയും വിരുന്നിന് ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ അങ്ങയുടെ ദാസനായ സോളമനെ ക്ഷണിച്ചില്ല. എൻ്റെ യജമാനനായ രാജാവേ, അങ്ങയുടെ പിൻഗാമിയായി ആരാണ് സിംഹാസനത്തിൽ വാഴുകയെന്ന് അങ്ങ് പ്രഖ്യാപിക്കുന്നത് കേൾക്കാൻ ഇസ്രായേൽ ജനം കാത്തിരിക്കുകയാണ്. അങ്ങ് പിതാക്കന്മാരോട് ചേരുമ്പോൾ എന്നെയും എൻ്റെ മകൻ സോളമനെയും അവർ രാജ്യദ്രോഹികളായി കണക്കാക്കും. അവൾ രാജാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ നാഥാൻ കടന്നു വന്നു. അവൻ വന്ന വിവരം രാജാവിനെ അറിയിച്ചു. നാഥാൻ രാജസന്നിധിയിൽ താണുവണങ്ങി. അവൻ രാജാവിനോട് ചോദിച്ചു, എൻ്റെ യജമാനനായ രാജാവേ, അദോനിയ അങ്ങയുടെ പിൻഗാമിയായി ഭരിക്കണമെന്ന് അവനാണ് അങ്ങയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകേണ്ടതെന്നും അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടോ? അവൻ ഇന്നു കാളകളെയും കൊഴുത്ത അനേകം ആടുമാടുകളെയും ബലിയർപ്പിച്ചു. എല്ലാ രാജകുമാരന്മാരെയും സേനാധിപന്മാരെയും പുരോഹിതൻ അബിനാഥാനെയും വിരുന്നിന് ക്ഷണിച്ചിരിക്കുന്നു. അവർ അവനോട് കൂടെ തിന്നു കുടിക്കുകയും അദാനിയ രാജാവ് നീണാൽ വാഴട്ടെ എന്ന് ആർപ്പ് വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ അങ്ങേ ദാസനായ എന്നെയും പുരോഹിതൻ സദോക്കിനെയും യഹോയാദായുടെ മകൻ ബെനായായെയും അങ്ങയുടെ ദാസനായ സോളമനെയും ക്ഷണിച്ചിട്ടില്ല. യജമാനനായ രാജാവിൻ്റെ പിൻഗാമിയായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരാണ്? അങ്ങയുടെ ദാസരെ അറിയിച്ചിട്ടുണ്ടല്ലോ. ഇക്കാര്യം അങ്ങയുടെ കൽപ്പനയനുസരിച്ച് തന്നെയാണോ നടന്നത്? അപ്പോൾ ബത്ശേബയെ വിളിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു. അവൾ രാജാവിൻ്റെ മുൻപാകെ വന്നു നിന്നു. അവൻ ശപഥം ചെയ്തു, സകല കഷ്ടതകളിലും നിന്ന് എന്നെ രക്ഷിച്ച കർത്താവാണേ, നിന്റെ മകനായ സോളമൻ എനിക്ക് ശേഷം എൻ്റെ സിംഹാസനത്തിൽ വാഴുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ളതനുസരിച്ച് ഇന്നു ഞാൻ പ്രവർത്തിക്കും. ബത്ശേബ രാജാവിനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ യജമാനനായ ദാവീദ് രാജാവ് എന്നേക്കും ജീവിക്കട്ടെ. പുരോഹിതൻ സദോക്കിനെയും പ്രവാചകൻ നാഥാനെയും യഹോദായുടെ മകൻ ബെനായായെയും തൻ്റെ അടുത്തേക്ക് വിളിക്കുവാൻ ദാവീദ് രാജാവ് കൽപ്പിച്ചു. അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ രാജസേവകന്മാരെ കൂട്ടിക്കൊണ്ട് എൻ്റെ മകൻ സോളമനെ എൻ്റെ കോവർ കഴുതയുടെ പുറത്ത് ഇരുത്തി ഗിഹോനിലേക്ക് കൊണ്ടുപോകുവിൻ. അവിടെ വെച്ചു പുരോഹിതൻ സദോക്കും പ്രവാചകൻ നാഥാനും അവനെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യട്ടെ. സോളമൻ രാജാവ് നീണാൽ വാഴട്ടെ എന്ന് കാഹളം മുഴക്കി ആർപ്പിടുവിൻ. അതിനുശേഷം നിങ്ങൾ അവൻ്റെ പിന്നാലെ പോരുക. അവൻ വന്ന് എൻ്റെ സിംഹാസനത്തിലിരുന്ന് എനിക്ക് പകരം ഭരണം നടത്തട്ടെ. ഇസ്രായേലിൻ്റെയും യൂദയായുടെയും അധിപനായി അവനെ ഞാൻ നിയമിച്ചിരിക്കുന്നു. യഹോദായുടെ മകൻ ബെനായ രാജാവിനോട് പറഞ്ഞു, അപ്രകാരം സംഭവിക്കട്ടെ. യജമാനനായ രാജാവിൻ്റെ ദൈവമായ കർത്താവ് അപ്രകാരം തന്നെ കൽപ്പിക്കുമാറാകട്ടെ. കർത്താവ് യജമാനനായ രാജാവിനോട് കൂടെ എന്ന പോലെ സോളമനോട് കൂടെയും ആയിരിക്കട്ടെ. അവൻ്റെ ഭരണം എൻ്റെ യജമാനനായ ദാവീദ് രാജാവിൻ്റേതിനേക്കാൾ മഹത്വപൂർണ്ണമാകട്ടെ. പുരോഹിതൻ സദോക്കും പ്രവാചകൻ നാഥാനും യഹോദായുടെ മകൻ ബെനായയും കെറേത്യനും പലേത്യരും സോളമനെ ദാവീദ് രാജാവിൻ്റെ കോവർ കഴുതയുടെ പുറത്ത് ഇരുത്തി
ഗിഹോനിലേക്ക് കൊണ്ടുപോയി. പുരോഹിതൻ സദോക്ക് വിശുദ്ധ കൂടാരത്തിൽ നിന്ന് തൈലം നിറച്ച കൊമ്പെടുത്ത് സോളമനെ അഭിഷേകം ചെയ്തു. അവർ കാഹളം മുഴക്കി, സോളമൻ രാജാവ് നീണാൽ വാഴട്ടെ. ജനം ആർപ്പ് വിളിച്ചു. കുഴലൂതുകയും ഭൂമി പിളറുമാറ് ആഹ്ലാദാരവം മുഴക്കുകയും ചെയ്തുകൊണ്ട് ജനം അവനെ അനുഗമിച്ചു. അദോനിയായും അതിഥികളും ആ സ്വരം കേട്ടു. അപ്പോഴേക്കും വിരുന്ന് കഴിഞ്ഞിരുന്നു. കാഹളനാദം കേട്ടപ്പോൾ എന്താണ് നഗരത്തിൽ ഘോഷം എന്ന് യോവാബ് ചോദിച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ പുരോഹിതൻ അബിയാഥാറിൻ്റെ മകൻ ജോനഥാൻ അവിടെ വന്നു. അദോനിയ അവനോട് പറഞ്ഞു, വരിക, ധീരനായ നീ സദ്വാർത്തയും കൊണ്ടായിരിക്കുമല്ലോ വന്നത്. അങ്ങനെയല്ല, ജോനഥാൻ പറഞ്ഞു, നമ്മുടെ യജമാനൻ ദാവീദ് രാജാവ് സോളമനെ രാജാവാക്കിയിരിക്കുന്നു. പുരോഹിതൻ സദോക്കിനെയും പ്രവാചകൻ നാഥാനെയും യഹോദായുടെ മകൻ ബനാനെയും കെറേത്യരെയും പെലേത്യരെയും രാജാവ് അവനോടൊപ്പം അയച്ചിട്ടുണ്ട്. അവർ അവനെ രാജാവിൻ്റെ കോവർ കഴുതയുടെ പുറത്താണ് എഴുന്നള്ളിച്ചത്. പുരോഹിതൻ സദോക്കും പ്രവാചകൻ നാഥാനും അവനെ ഗിഹോനിൽ വെച്ചു രാജാവായി അഭിഷേകം ചെയ്തു. പട്ടണം ഇളകി മറിയത്തക്കവണ്ണം ആഹ്ലാദാരവം മുഴക്കിക്കൊണ്ട് അവർ അവിടെ നിന്നും മടങ്ങിപ്പോയി. അതാണ് നിങ്ങൾ കേട്ട ശബ്ദം. സോളമൻ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നു. മാത്രമല്ല, രാജസേവകന്മാരും നമ്മുടെ യജമാനൻ ദാവീദ് രാജാവിനെ അഭിനന്ദിക്കാൻ ചെന്നിരുന്നു. അങ്ങയുടെ ദൈവം സോളമൻ്റെ നാമത്തെ അങ്ങയുടേതിനേക്കാൾ മഹനീയവും അവൻ്റെ ഭരണം അങ്ങയുടേതിനേക്കാൾ ശ്രേഷ്ഠവുമായിരിക്കട്ടെ എന്ന് അവർ ആശംസിച്ചു. രാജാവ് കിടക്കയിൽ കിടന്നുകൊണ്ട് നമിച്ചു. അനന്തരം ദാവീദ് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ മക്കളിലൊരുവൻ സിംഹാസനത്തിലിരിക്കുന്നത് കാണാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്തി. അപ്പോൾ അദോനിയായുടെ അതിഥികൾ ഭയന്നെഴുന്നേറ്റ് തന്താങ്ങളുടെ വഴിക്ക് പോയി. സോളമനോടുള്ള ഭയം നിമിത്തം അദോനിയ ഓടിച്ചെന്ന് ബലിപീഠത്തിൻ്റെ വളർക്കോണിൽ പിടിച്ചു. സോളമൻ രാജാവ് എന്നെ വാളിനിരയാക്കുകയില്ലെന്ന് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അദോനിയ തന്നെ ഭയന്ന് ബലിപീഠത്തിൻ്റെ വളർക്കോണിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുവെന്ന് സോളമൻ അറിഞ്ഞു. അപ്പോൾ സോളമൻ പറഞ്ഞു, അവൻ വിശ്വസ്തനാണെങ്കിൽ അവൻ്റെ തലയിൽ നിന്ന് ഒരു രോമം പോലും വീഴുകയില്ല. കുറ്റക്കാരനാണെങ്കിൽ മരിക്കുക തന്നെ വേണം. സോളമൻ രാജാവ് അവനെ ബലിപീഠത്തിങ്കൽ നിന്ന് ആളയച്ചു വരുത്തി. അവൻ രാജാവിനെ നമിച്ചു. സോളമൻ അവനോട് വീട്ടിൽ പൊയ്ക്കൊള്ളുക എന്നാജ്ഞാപിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്ന് 2-ാം അധ്യായം. ദാവീദിൻ്റെ മരണമെടുത്തപ്പോൾ ദാവീദ് പുത്രൻ സോളമനെ അടുത്ത് വിളിച്ചു ഇപ്രകാരം നിർദ്ദേശിച്ചു. മർത്യൻ്റെ പാതയിൽ ഞാനും പോകുന്നു. ധീരനായിരിക്കുക, പൗരുഷത്തോടെ പെരുമാറുക, നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശാസനകൾ നിറവേറ്റുക. മോശയുടെ നിയമത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും അനുസരിക്കുകയും ചെയ്യുക. നിന്റെ എല്ലാ പ്രവൃത്തികളും ഉദ്യമങ്ങളും വിജയമണിയും. നിന്റെ സന്താനങ്ങൾ നേർവഴിക്ക് നടക്കുകയും പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എൻ്റെ മുൻപിൽ വിശ്വസ്തരായി വർത്തിക്കുകയും ചെയ്താൽ നിന്റെ സന്തതി ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ നിന്ന് അറ്റുപോവുകയില്ല എന്ന് കർത്താവ് എന്നോട് അരുൾ ചെയ്ത വാഗ്ദാനം നിറവേറ്റേണ്ടതിന് നീ അവിടുത്തെ അനുസരിക്കുക. സെരുയായുടെ മകൻ യോവാബ് എന്നോട് ചെയ്തത് എന്തെന്ന് നിനക്കറിയാമല്ലോ. അവൻ ഇസ്രായേലിലെ 2 സൈന്യാധിപന്മാരെ നേറിൻ്റെ മകൻ
അബ്നേറിനെയും യാഥേറിൻ്റെ മകൻ അമസായെയും കൊലപ്പെടുത്തി. യുദ്ധകാലത്തെ രക്തച്ചൊരിച്ചിലിന് പകരം വീട്ടാൻ അവൻ സമാധാനകാലത്ത് അവരെ വധിക്കുകയും രക്തം ചൊരിയുകയും ചെയ്തു. അവൻ നിരപരാധരെ കൊലപ്പെടുത്തി. അങ്ങനെ എൻ്റെ പാദുകങ്ങളും അരപ്പട്ടയും രക്തം പുരണ്ടിരിക്കുന്നു. ആകയാൽ നീ തന്ത്രപൂർവം പ്രവർത്തിക്കുക. അവൻ വാർദ്ധക്യത്തിലെത്തി സമാധാനത്തോടെ മരിക്കാൻ ഇടവരരുത്. എന്നാൽ ഗിലിയാദുകാരനായ ബർസില്യായുടെ മക്കളോട് കാരുണ്യം കാണിക്കണം. നിന്റെ ഭക്ഷണമേശയിൽ അവരും പങ്കുചേരട്ടെ. നിന്റെ സഹോദരനായ അബ്സലോമിൽ നിന്ന് ഞാൻ പലായനം ചെയ്തപ്പോൾ അവർ എന്നെ കാരുണ്യത്തോടെ സ്വീകരിച്ചു. ബഹൂറീംകാരനും ബെഞ്ചമിൻ ഗോത്രജനുമായ ഗേരായുടെ മകൻ ശിമെയി നിന്നോട് കൂടെയാണല്ലോ. ഞാൻ മഹാനായിമിലേക്ക് പോയപ്പോൾ എന്നെ കഠിനമായി ശപിച്ചവനാണവർ. എങ്കിലും ജോർദാൻ കരയിൽ അവൻ എന്നെ എതിരേറ്റു. അതിനാൽ അവനെ ഞാൻ വാളിനിരയാക്കുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തിട്ടുണ്ട്. എന്നാലും അവൻ നിരപരാധനാണെന്ന് കരുതരുത്. അവനോട് എന്ത് ചെയ്യണമെന്ന് നിനക്കറിയാം. നീ ബുദ്ധിമാനാണല്ലോ. അവൻ്റെ നരച്ച തല രക്തരൂഷിതമായി പാതാളത്തിലെത്തട്ടെ. ദാവീദ് മരിച്ചു. അവനെ സ്വനഗരത്തിൽ അടക്കം ചെയ്തു. അവൻ ഇസ്രായേലിൽ 40 വർഷം ഭരിച്ചു. 7 വർഷം ഹെബ്രോണിലും 33 വർഷം ജെറുസലേമിലും. പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ സോളമൻ ആരൂഢനായി. അവൻ്റെ രാജ്യം സുപ്രതിഷ്ഠിതമായി. സോളമൻ എതിരാളികളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു. അങ്ങനെയിരിക്കെ ഹഗീത്തിൻ്റെ മകൻ അദോനിയ സോളമൻ്റെ അമ്മ ബത്ശേബയെ ചെന്ന് കണ്ടു. നിന്റെ വരവ് സൗഹാർദ്ദമാണോ എന്ന് അവൾ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, സൗഹാർദ്ദപരം തന്നെ. എന്നാൽ എനിക്ക് ചിലത് പറയുവാനുണ്ട്. പറയാനുള്ളത് പറയുക. അവൻ പറഞ്ഞു, രാജ്യം എനിക്ക് കിട്ടേണ്ടതായിരുന്നുവെന്നു നിനക്കറിയാമല്ലോ. ഞാൻ രാജാവാകുമെന്ന് ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ മറിച്ചു സംഭവിച്ചു. എൻ്റെ സഹോദരൻ രാജാവായി. ഇത് കർത്താവിൻ്റെ ഹിതമാണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം അഭ്യർത്ഥിക്കുകയാണ്. അത് തള്ളിക്കളയരുത്. എന്താണെന്ന് പറയുക. അവൾ പറഞ്ഞു. അവൻ അഭ്യർത്ഥിച്ചു, ശൂനാംകാരി അബീഷാഗിനെ എനിക്ക് ഭാര്യയായി തരണമെന്ന് സോളമൻ രാജാവിനോട് പറയണം. അവൻ നിങ്ങളുടെ അപേക്ഷ തള്ളിക്കളയുകയില്ല. ശരി, ഞാൻ നിനക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കാം. അവൾ പറഞ്ഞു. ബത്ശേബ അദോനിയായ്ക്ക് വേണ്ടി സംസാരിക്കുവാൻ സോളമൻ രാജാവിനെ സമീപിച്ചു. രാജാവ് എഴുന്നേറ്റ് അവളെ അഭിവാദനം ചെയ്തിട്ട് സിംഹാസനത്തിലിരുന്നു. മാതാവിന് ഇരിപ്പിടം സജ്ജീകരിച്ചു. അവൾ രാജാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു. ഞാൻ നിന്നോട് ഒരു ചെറിയ കാര്യം ആവശ്യപ്പെടുന്നു. തള്ളിക്കളയരുത്. അവൾ പറഞ്ഞു. എന്താണമ്മേ അത്? പറയുക. ഞാൻ തള്ളിക്കളയുകയില്ല. അവൻ മറുപടി പറഞ്ഞു. ശൂനാംകാരി അബീഷാഗിനെ നിന്റെ സഹോദരൻ അദോനിയായ്ക്ക് ഭാര്യയായി കൊടുക്കണം. അവൾ പറഞ്ഞു. സോളമൻ രാജാവ് അമ്മയോട് ഇങ്ങനെ പ്രതിവചിച്ചു, ശൂനാംകാരി അബീഷാഗിനെ അദോനിയായ്ക്ക് വേണ്ടി ചോദിക്കുന്നത് എന്താണ്? രാജ്യവും അവനു വേണ്ടി ചോദിക്കാമല്ലോ. അവൻ എൻ്റെ ജ്യേഷ്ഠനല്ലേ? പുരോഹിതൻ അബിയാഥാറും ചെരുയായും മകൻ യോവാബും അവൻ്റെ പക്ഷത്താണല്ലോ. അനന്തരം സോളമൻ കർത്താവിൻ്റെ നാമത്തിൽ ശപഥം ചെയ്തു, അദോനിയായുടെ ഈ അഭ്യർത്ഥന അവൻ്റെ ജീവൻ ഒടുക്കുകയില്ലെങ്കിൽ ദൈവം എന്നോട് അതിലധികവും ചെയ്യട്ടെ. എൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ കർത്താവ് എന്നെ ഉപവിഷ്ടനാക്കി. അവിടുന്ന് വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് എനിക്ക് ഒരു ഭവനം തീർത്തിരിക്കുന്നു. കർത്താവാണേ, അദോനിയ ഇന്ന് തന്നെ മരിക്കണം. സോളമൻ രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് യഹോദായുടെ മകൻ ബെനായ അദോനിയയെ വധിച്ചു.
പുരോഹിതൻ അബിയാഥാറിനോട് രാജാവ് പറഞ്ഞു, നിന്റെ ജന്മദേശമായ അനത്തോത്തിലേക്ക് പോവുക. നീയും മരണശിക്ഷ അർഹനാണ്, എങ്കിലും ഇപ്പോൾ ശിക്ഷിക്കുന്നില്ല. ദൈവമായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം എൻ്റെ പിതാവായ ദാവീദിൻ്റെ മുൻപിൽ നീ വഹിച്ചു. കൂടാതെ എൻ്റെ പിതാവിൻ്റെ എല്ലാ ദുരിതങ്ങളിലും നീയും പങ്കുചേർന്നു. സോളമൻ അബിയാഥാറിനെ കർത്താവിൻ്റെ പുരോഹിത സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. ഇങ്ങനെ കർത്താവ് ശീലോയിൽ വെച്ച് ഏലിയുടെ ഭവനത്തെപ്പറ്റി അരുൾ ചെയ്തത് നിറവേറി. ഈ വാർത്ത അറിഞ്ഞയുടനെ യോവാബ് ഓടിച്ചെന്ന് കർത്താവിൻ്റെ കൂടാരത്തിൽ ബലിപീഠത്തിൻ്റെ വളർക്കോണുകളിൽ പിടിച്ചു. അവൻ അബ്സലോമിൻ്റെ പക്ഷം ചേർന്നില്ലെങ്കിലും അദോനിയായുടെ പക്ഷം ചേർന്നവനാണ്. യോവാബ് കർത്താവിൻ്റെ കൂടാരത്തിൽ ബലിപീഠത്തിനരികെ നിൽക്കുന്നുവെന്ന് അറിഞ്ഞ സോളമൻ രാജാവ് ഉടനെ അവനെ കൊന്നുകളയുക എന്ന് പറഞ്ഞ് യെഹോയാദയുടെ മകൻ ബെനായായെ അയച്ചു. ബെനായ കർത്താവിൻ്റെ കൂടാരത്തിൽ ചെന്ന് അവനോട് പുറത്തു വരാൻ രാജാവ് കൽപ്പിക്കുന്നതായി പറഞ്ഞു. വരികയില്ല, ഞാൻ ഇവിടെ തന്നെ മരിക്കും എന്നായിരുന്നു അവൻ്റെ മറുപടി. യോവാബ് പറഞ്ഞത് ബെനായ രാജാവിനെ അറിയിച്ചു. അവൻ പറഞ്ഞതുപോലെ ചെയ്യുക, അവനെ കൊന്നു കുഴിച്ചിടുക എന്ന് രാജാവ് ബെനായോട് കൽപ്പിച്ചു. അങ്ങനെ യോവാബ് അകാരണമായി ചിന്തിയ നിഷ്കളങ്ക രക്തത്തിൻ്റെ ഉത്തരവാദിത്വം എന്നിൽ നിന്നും എൻ്റെ പിതൃഭവനത്തിൽ നിന്നും നീക്കിക്കളയുക. അവൻ്റെ രക്തപങ്കിലമായ പ്രവൃത്തികളുടെ പ്രതിഫലം അവൻ്റെ മേൽ തന്നെ കർത്താവ് വരുത്തട്ടെ. ഇസ്രായേൽ സൈന്യാധിപനും നേറിൻ്റെ മകനുമായ അബ്നേറിനെയും യൂദയ സൈന്യാധിപനും യാഥേറിൻ്റെ മകനുമായ അമാസായെയും എൻ്റെ പിതാവായ ദാവീദിൻ്റെ അറിവ് കൂടാതെ അവർ വാളിനിരയാക്കി. അവർ ഇരുവർക്കും അവനേക്കാൾ നീതിയും സദ്ഗുണവും ഉണ്ടായിരുന്നല്ലോ. അവരെ കൊന്നതിൻ്റെ ശിക്ഷ യോവാബിൻ്റെയും അവൻ്റെ സന്തതികളുടെയും മേൽ എന്നേക്കും ഉണ്ടാകും. ദാവീദിനും അവൻ്റെ സന്തതികൾക്കും കുടുംബത്തിനും സിംഹാസനത്തിനും കർത്താവിൻ്റെ സമാധാനം എന്നേക്കും ലഭിക്കും. യെഹോയാദയുടെ മകൻ ബെനായ യോവാബിനെ വധിച്ച് വിജനപ്രദേശത്തുള്ള അവൻ്റെ ഭവനത്തിൽ അടക്കം ചെയ്തു. രാജാവ് അവന് പകരം യെഹോയാദയുടെ മകൻ ബെനായയെ സൈന്യാധിപനായി നിയമിച്ചു. അബിയാഥാറിന് പകരം പുരോഹിതൻ സദോക്കിനെയും നിയമിച്ചു. പിന്നെ രാജാവ് ആളയച്ച് ശിമെയയെ വരുത്തി അവനോട് പറഞ്ഞു, ജെറുസലേമിൽ ഒരു വീട് പണിതു പാർത്തുകൊള്ളുക, അവിടം വിട്ട് പോകരുത്. പുറത്തിറങ്ങി കെദ്രോൻ തോട് കിടക്കുക. നാളിൽ നീ മരിക്കും എന്ന് ഓർമ്മിച്ചു കൊള്ളുക. നിന്റെ രക്തത്തിനു നീ തന്നെയായിരിക്കും ഉത്തരവാദി. ശരി, രാജാവായ അങ്ങ് കൽപ്പിക്കുന്നത് പോലെ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് ശിമെയി പറഞ്ഞു. അങ്ങനെ കുറേ കാലം അവൻ ജെറുസലേമിൽ വസിച്ചു. 3 വർഷത്തിനു ശേഷം ശിമെയയുടെ 2 അടിമകൾ മിഖായുടെ മകനും ഗത്തിലെ രാജാവുമായ അക്കീഷിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. തൻ്റെ അടിമകൾ ഗത്തിലുണ്ടെന്ന് ശിമെയി അറിഞ്ഞു. അവൻ അടിമകളെ അന്വേഷിച്ച് കഴുതപ്പുറത്ത് കയറി ഗത്തിൽ അക്കീഷിൻ്റെ അടുത്തേക്കു തിരിച്ചു. അവൻ അവരെ ഗത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്നു. ശിമെയി ജെറുസലേം വിട്ട് ഗത്തിൽ പോയി മടങ്ങിയെത്തുന്നു എന്ന് സോളമന് അറിവ് കിട്ടി. രാജാവ് ആളയച്ചു ശിമെയിയെ വരുത്തി പറഞ്ഞു, ജെറുസലേം വിട്ടു പോകരുതെന്ന് ദൈവനാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതാണ്. പോയാൽ നീ മരിക്കുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. നീ അത് സമ്മതിച്ച് എന്നെ അനുസരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ലേ? എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ നാമത്തിലുള്ള പ്രതിജ്ഞ നീ ലംഘിച്ചത്? എന്തുകൊണ്ട് എൻ്റെ കൽപ്പന നീ നിരസിച്ചു? രാജാവ് തുടർന്നു, എൻ്റെ പിതാവായ ദാവീദിനോട് നീ പ്രവർത്തിച്ച തിന്മകൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാമല്ലോ.
കർത്താവിൻ്റെ ശിക്ഷ നീ അനുഭവിക്കണം. എന്നാൽ സോളമൻ രാജാവ് അനുഗ്രഹീതനായിരിക്കും. ദാവീദിൻ്റെ സിംഹാസനം കർത്താവിൻ്റെ മുൻപിൽ എന്നേക്കും സുസ്ഥാപിതമായിരിക്കുകയും ചെയ്യും. രാജാവ് യെഹോയാദയുടെ മകൻ ബെനായായോട് കൽപ്പിച്ചു. അവൻ ശിമെയിയെ വധിച്ചു. അങ്ങനെ രാജ്യം സോളമൻ്റെ കയ്യിൽ സുസ്ഥിരമായി. നമ്മുടെ കർത്താവായ ദൈവത്തിനു സ്തുതി.